ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റംസീസ് ടേസ്റ്റി കിച്ചൺ. ഞാനിന്നിവിടെ മക്രോണി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് വൈറ്റ് സോസിൽ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു ഷേപ്പിലുള്ള മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിലുള്ളത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റിഫൈൻഡ് ഓയിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി മക്രോണി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മക്രോണിയൊക്കെ ഏകദേശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് വാർത്തെടുക്കണം. ഇത് വാർത്തെടുക്കുമ്പോൾ കുറച്ച് പച്ചവെള്ളം കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വേറിട്ട് നിൽക്കും കേട്ടോ. അത് ഇനി നമുക്കിതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ മതി, അധികം മൂത്ത് വരണ്ട. അതിൻ്റെ നിറം മാറരുത് കേട്ടോ. ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ച ചിക്കനാണിത്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കഷ്ണം ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത്, പിന്നെ 1/2 കഷ്ണം ക്യാപ്സിക്കം കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു ചെറിയ സവാള കഷ്ണങ്ങളാക്കിയത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കൂടുതലായിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെൽട്ടായി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ട് ആ ബട്ടറിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കട്ട കൂടാണ്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. കരിയാണ്ട് ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 1 കപ്പേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഞാൻ അതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താണ്. അപ്പോൾ അതാ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സോസ് നമുക്കിനി ആ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്യാൻ വെച്ചില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾസ് കൂടുതൽ ഇങ്ങനെ കുക്കാവണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. ഒരു കടിക്കാനുള്ള പാകത്തിലായാൽ മതി കേട്ടോ. അപ്പോൾ അതാ ആ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വൈറ്റ് സോസൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് കൂടുതൽ ക്രീമി ആവണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അതുപോലെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ നല്ല ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ എരിവൊക്കെ കുറച്ച് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.